പാമ്പുകൾക്ക് താമസിക്കാൻ മാത്രമായി ഒരു ദ്വീപുണ്ട്. സംഭവം ഇവിടെയെങ്ങുമല്ല, അങ്ങ് ബ്രസീലിലെ ഒരു ഒറ്റപ്പെട്ട ഇടത്താണ്. എണ്ണിയാലൊടുങ്ങാത്ത പാമ്പുകൾ, 6 അടിയോളം നീളമുള്ളവ മുതൽ അളവ് കൂടിയതും കുറഞ്ഞതുമായ വിഷമുള്ള പാമ്പുകൾ, അങ്ങനെ പോകുന്നു സ്നേക് ദ്വീപിലെ വിശേഷങ്ങൾ. എന്നാൽ ഒന്ന് പോയേക്കാം എന്ന് തോന്നിയിട്ട് കാര്യമില്ല. ബ്രസീലിയൻ സർക്കാർ സ്നേക് ദ്വീപിലേക്കുള്ള യാത്ര ടൂറിസ്റ്റുകൾക്ക് വിലക്കിയിരിക്കുകയാണ്. അവിടെ പോയവരാരും തിരികെ വരാറില്ല എന്നത് തന്നെയാണ് കാരണം. പണ്ടൊരിക്കൽ ഈ ദ്വീപ് ആൾതാമസമുള്ള മറ്റു പല ദ്വീപുകൾ പോലെയായിരുന്നു. ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന കൃഷി വാഴയായിരുന്നു. പക്ഷേ ഇവിടെ താമസിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ ഓടി രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ പാമ്പുകളാണെന്നൊരു കഥയുമുണ്ട്. മനുഷ്യർ താമസിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനുള്ള ബാറ്ററി മുതലായ സാധനങ്ങളുമായി ഇപ്പോഴും ഇവിടെ കടന്നുവരാൻ അവകാശം ബ്രസീലിയൻ നേവിക്കും പാമ്പ് ഗവേഷകർക്കും മാത്രമാണ്. അതിനു പ്രത്യേക പാസുകളും വേണം. ഇവിടെ താമസിച്ചിരുന്ന അവസാന മനുഷ്യരെ ചുറ്റിപ്പറ്റിയും പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ടും പല കഥകളുമുണ്ട്. ഇവിടെ വാഴപ്പഴം ശേഖരിക്കാൻ വന്ന കർഷകനെ പാമ്പ് കടിച്ചെന്നും അയാൾ വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും കുറച്ചു നേരത്തിനകം വള്ളം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞെന്നും പറയപ്പെടുന്നു. മറ്റൊരു കഥ ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടതാണ്. ലൈറ്റ് ഹൗസിലെ കാവൽക്കാരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഒരിക്കൽ കാടിനുള്ളിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പുകൾ ആക്രമിച്ചെന്നും അദ്ദേഹവും കുടുംബവും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട അവസാന ആൾക്കാരാണെന്നും മറ്റൊരു കഥയുമുണ്ട്. പക്ഷേ അവർക്കും പാമ്പിന്റെ കടിയേറ്റിരുന്നു. പിന്നീട് ഇവിടുന്ന് അവസാന ഗ്രാമവാസിയും അപ്രത്യക്ഷപ്പെട്ടതോടെ ഇവിടം സർപ്പങ്ങളുടെ ദ്വീപായി മാറി. പക്ഷേ ഈ പാമ്പ് കഥ വെറും കള്ളമാണെന്നും ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്. പണ്ട് കടൽ കൊള്ളക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപുകളെന്നും ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് വരണമെന്ന് തോന്നിയാലും ആ തോന്നലിനെ കുറ്റം പറയാനാവില്ല. അഥവാ വന്നാലും ഇവിടെ നിന്ന് പോകാനും തോന്നില്ല. പുൽത്തകിടുകൾ ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. എത്ര നിഗൂഢമാക്കപ്പെട്ട ഇടമാണെങ്കിലും ഇവിടെ അത്യാവശ്യം രഹസ്യ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അപൂർവമായ പാമ്പുകളുടെ വിഷം ശേഖരിക്കാൻ ഇവിടെ സർക്കാരിന്റെ അനുവാദമില്ലാതെ കടന്നെത്തുന്ന മനുഷ്യർ നിരവധിയാണ്. പാമ്പ് വിഷം പല വലിയ അസുഖങ്ങൾക്കുമുള്ള മരുന്നിന്റെ ഒരു ഭാഗമാണ്. ഇതിന് മരുന്നുൽപാദനത്തിൽ നല്ല ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അനുവാദമില്ലാതെ ദ്വീപുകളിലെത്തി പാമ്പുകളെ പിടിച്ച് അവയുടെ വിഷമെടുക്കുന്നവരും അനവധിയാണ്. ബ്രസീലിൽ ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥരെ പണം നൽകി വിലക്കെടുക്കാമെന്ന് ഉറപ്പുള്ളവരാണ് ഈ കള്ളക്കളികൾ നടത്തുന്നത്. കടൽ കൊള്ളക്കാരും കള്ളക്കണ്ണുള്ള കച്ചവടക്കാരും ഇവിടെ നിന്ന് ഓടിപ്പോയ മനുഷ്യരും എല്ലാം പറയുന്നത് പാമ്പ് ദ്വീപ് അപകടം പിടിച്ച ഒരു ഇടം തന്നെയാണെന്നാണ്. പക്ഷേ നിറയെ പക്ഷികളുള്ള ഒരു മനോഹരമായ ദ്വീപാണിത്. കാടിനെ പ്രണയിക്കുന്നവർ പാമ്പ് ദ്വീപിന്റെ ചിത്രങ്ങൾ കണ്ടാൽ ഇവിടെ വരണമെന്ന ആഗ്രഹം ഉറപ്പായും പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഈ വഴി സഞ്ചാരികളെ കയറ്റാത്തതുകൊണ്ട് മോഹങ്ങൾ ചിത്രങ്ങളിലും ഇവിടെ വന്നു സാഹസികമായി വീഡിയോ എടുത്ത് ചെയ്ത ഡോക്യുമെന്ററികളിലും ഒതുക്കി നിർത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.